നീ ഇത്ര വൃത്തികെട്ടവനാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. പുതിയ കൂട്ടുകെട്ട് കിട്ടിയപ്പോ പഴയതെല്ലാം മറന്നു. ആരാണ് രഞ്ജിത്ത്? ഇന്നലെ രാത്രി നിന്നെ അവൻ എവിടെയാ കൊണ്ടുപോയത്? അന്തസ്വാഭിമാനം എല്ലാം വലിച്ചെറിഞ്ഞ് ഇങ്ങനെ കണ്ടെടുത്തെല്ലാം കറങ്ങി നടക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഞാൻ എവിടെ കയറി ഇറങ്ങുന്ന നീ പറയുന്നത്? കുടിച്ചു ബോധമില്ലാതാകുന്നത് ഒരു അനുഗ്രഹമാണ്. പക്ഷെ അത് പുറത്തുള്ള ലോകത്തിനോട് ബാധകമാവണ്ടേ? നോക്കു മോഹൻ, ഞാൻ നിനക്കൊരു അന്യനായി പോയോ? സുരേഷ്, സത്യം അതാണെങ്കിൽ തുറന്നു പറയും. പക്ഷേ അത് കേൾക്കാനുള്ള കരുത്ത് എനിക്കുണ്ടാവില്ല മോഹൻ. ഒരുമിച്ച് കളിച്ച്, ഒരുമിച്ചുറങ്ങി, ഒരുമിച്ചുണ്ട്, ഒരുമിച്ച് വളർന്നവരാണ് നമ്മൾ. ആ കാലമൊന്നും നിനക്ക് ഓർമ്മയില്ലേ? നീ എന്തൊക്കെയാ പറയുന്നത്? പറയാനുള്ളത് പലപ്പോഴും പറയാനാവുന്നില്ല മോഹൻ. പ്രത്യേകിച്ചും അത് ആത്മാവിന്റെ ശബ്ദമാവും. കാലം മുറിവണക്കുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ മുറുകിയ ബന്ധങ്ങൾക്ക് അയവ് വരുത്താനും കാലത്തിന് കഴിയുമെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. നീ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ധാരണകൾ തെറ്റോ ശരിയോ എന്ന് തീരുമാനിക്കേണ്ടത് മുഖത്തോട് മുഖം നോക്കിയാണ്. സുരേഷ്, നീ എന്നിൽ നിന്ന് ഒന്നും മറച്ചു വെച്ചിട്ടില്ലേ? നീ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നില്ലേ? ആ വിവരം നീ എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല? ഞാൻ എതിർക്കുമെന്ന് വിചാരിച്ചു. നിന്റെ സന്തോഷം മാത്രം ആഗ്രഹിക്കുന്ന എന്നോട് നീ എന്തിനെന്ന് മറച്ചു വെച്ചു? മറച്ചു വെക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. ഒരു കൊള്ളിയാൻ മിന്നിമറയുന്ന വേഗത്തിലാണ് അത് സംഭവിച്ചത്. കണ്ടു, സ്നേഹിച്ചു. ആ സ്നേഹത്തിന് അതിർവരമ്പുകളില്ലായിരുന്നതുകൊണ്ട് അവൾ ഗർഭിണിയായി. അവസാനം അവൾ എന്നെ വിട്ട് എവിടേക്കോ പോയി. അതിൽ പിന്നെ അവളെപ്പറ്റി നിനക്കൊരു വിവരവും കിട്ടിയില്ലേ? ഇല്ല. ഏത് നിമിഷവും ഞാനത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇന്നും ഞാൻ അവളുടെ മനസ്സിലുണ്ടെങ്കിൽ ഏത് നിലയ്ക്കായാലും അവളെ സ്വീകരിക്കാൻ തയ്യാറാണ്. മറിച്ച് എന്നെ വഞ്ചിച്ച് മറ്റൊരാളുടെ കൂടെ ജീവിക്കുന്നു എന്നറിഞ്ഞാൽ അവളെ കൊല്ലാനും ഞാൻ മടിക്കില്ല. മോഹൻ, നീ അങ്ങനെയൊന്നും ആലോചിക്കാതെ നമുക്ക് എങ്ങനെയെങ്കിലും അവളെ കണ്ടുപിടിക്കാം. എനിക്ക് ഒരു ദുഃഖം മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് നിന്നോടൊപ്പം ഇല്ലല്ലോ എന്ന്. ഒരു ക്രിട്ടിക്കൽ മോമെന്റിലാണ് എനിക്ക് ഡൽഹിയിലേക്ക് ട്രാൻസ്ഫർ ആയത്. അതും ക്രൈംബ്രാഞ്ചിലേക്കുള്ള മാറ്റത്തോളം. ദാറ്റ് ഈസ് നൈസ്. ഞാനും കുറച്ചു ദിവസത്തേക്ക് എങ്ങോട്ടെങ്കിലും മാറി താമസിച്ചാലോ എന്നാലോചിക്കാം. അത് കൊള്ളാം. നീ അതുമൊന്നും ആലോചിച്ച് മനസ്സ് പുണ്ണാക്കാതിരുന്നവൻ. ഞാൻ കഴിയുന്നത് വേഗം നിന്നെ കാണാം. എനിക്ക് ഉടനെ പോണം. അമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. വരും. ഹലോ മോഹൻ. ഹലോ. അല്ല, ഗോപാലേട്ടൻ എങ്ങോട്ടായി പെട്ടിയൊക്കെ ആയിട്ട് യാത്ര? ഞാനാ പോകുന്നത്. കുറച്ചു ദിവസം ഊട്ടി പോയി താമസിച്ചാലോ എന്ന് ആലോചിക്കാൻ. എന്താ, നീ വരുന്നോ? പിന്നെ എനിക്കെന്താ തടസ്സം? പൊയ്ക്കളയാ. എവിടെ ആയാലും എനിക്കൊരുപോലെയാ. കുഞ്ഞെ, ഞാനും കൂടെ വരട്ടെ? വേണ്ട, ഗോപാലേട്ടൻ ഇപ്പൊ വരണ്ട. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. ഗോപാലേട്ടാ, അവിടെ മരം കോച്ചുന്ന തണുപ്പാ. നിങ്ങൾ ഇവിടെ ഇരുന്നാ മതി. കുഞ്ഞെ എപ്പോഴാ വരിക? എപ്പോഴെന്ന് പറയാൻ പറ്റില്ല. ഏതായാലും വരുന്ന സമയം ഞാൻ അറിയിക്കാം. പെട്ടി എടുത്തോണ്ടി വരും. വാ. തണുപ്പ് വളരെ കുറവാണെന്ന് തോന്നുന്നു. ഏയ്, തണുപ്പിന് കുറവൊന്നുമില്ല. ഈ രാജകേശ്വരിയല്ലേ അകത്ത് കിടക്കുന്നത്. അതുകൊണ്ട് നിനക്ക് തോന്നുന്നതാ. ഊണൂരിൽ നിന്റെ എസ്റ്റേറ്റ് വിൽക്കാൻ പോകുന്ന കേട്ടല്ലോ. ഓരോന്നായിട്ട് വിൽക്കണം. അടുത്തത് ഈ എസ്റ്റേറ്റും വിൽക്കണം.
മോഹൻ, നീ ഇറക്കാൻ വരുന്നു? ഇല്ല. ഇല്ലേ? എന്നാൽ ഞാനൊന്ന് ചുറ്റിക്കറങ്ങി ശരീരമൊക്കെ ചൂടാക്കി വരാം. ഉം. ഉം. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അമ്മയ്ക്ക് വയസ്സായി തുടങ്ങിയില്ലേ, ഇനി കുറച്ച് വിശ്രമിച്ചു. അതിന് നീ സമ്മതിച്ചിട്ട് വേണ്ടേ? ഞാൻ സമ്മതിക്കുന്നില്ല. അമ്മ എന്തായി പറയുന്നേ? എടാ, എനിക്ക് ഒരിടത്ത് അടങ്ങിയിരിക്കണമെങ്കിൽ ഈ വീട് നോക്കി നടത്താൻ പറ്റിയ ഒരു പെൺകുട്ടിയെ നീ കൊണ്ടുവരണം. അത് ശരി, പഴയ പല്ലവി തന്നെ. പല്ലവി പഴയതാണെങ്കിലും മാറ്റാൻ ഞാൻ തയ്യാറല്ല. എനിക്ക് വയസ്സായി വരുന്നു നീ തന്നെ സമ്മതിച്ചാണല്ലോ. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് നീ ഒരു കുടുംബം നടത്തി കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ശരി, ഇനി അമ്മയുടെ ഇഷ്ടത്തിന് ഞാൻ എതിരിൽ നിന്ന് വേണ്ട. ആ, പിന്നൊരു കാര്യം, അമ്മയുടെ തീരുമാനം എന്തായിരുന്നാലും ശരി മോഹന്റെ കൂടെ അറിയിക്കും. നിങ്ങളുടെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. എന്താ, സമാധാനമായില്ലേ? ഓ, ഇപ്പോഴെങ്കിലും എന്റെ മോന് നല്ല ബുദ്ധി തോന്നിയല്ലോ. അപ്പൊ ഞാൻ വരട്ടെ. ഹലോ, മോഹൻ കുഞ്ഞാണോ? എന്താ കുഞ്ഞേ? നാളെ തന്നെ വരുമോ? ആ ആ ആ പൂജാമുറി? ആ ആ ആ പിന്നെ ആ ആ ശരി. ആ ആ കുഞ്ഞു പറഞ്ഞ എല്ലാ ഏർപ്പാടുകളും നാളെ തന്നെ ശരിയാക്കാം. ആ ഓ ശരി. ഓ ഭഗവാൻ ഗുരുവായൂരപ്പ. നോക്കുന്നത് ഒന്നുമില്ല. പൂജാമുറിയില് വിളക്ക് കൊടുത്തിട്ടില്ലേ? ഉവ്വ്. ഈ നമസ്കാരം. കുട്ടി